ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ദൈവത്തിന് സ്തോത്രം. ആ മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടിയുകയില്ല. ഉത്തമഗീതം എന്ന ആ പുസ്തകത്തിൻ്റെ ഏറ്റവും സ്ഥായിയായ ദൈവീകമായ വാഗ്ദത്തം മണ്ണെ പ്രതി മാണിക്യം വെടിയാതിരിക്കാനുള്ളതായ കൃപ നമുക്ക് തരുമെന്നുള്ളതാണ്. മണ്ണെ പ്രതി ഞാൻ മാണിക്യം വെടിയുകയില്ല. ഒരു മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി നിത്യനിക്ഷേപത്തെ ഞാൻ നശിപ്പിച്ച് കളയുകയില്ല. വെറും താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മൊമെൻ്റസ് പ്ലഷേഴ്സ്, നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി നിത്യസമാധാനം ഞാൻ കളയുകയില്ല. നിമിഷ നേരത്തെ സന്തോഷത്തിന് വേണ്ടി, നിമിഷ നേരത്തെ ഉല്ലാസത്തിന് വേണ്ടി നിത്യമായി സൗഭാഗ്യത ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. മണ്ണെ പ്രതി ഞാൻ മാണിക്യം വെടിയുകയില്ല. ഉത്തമഗീതങ്ങളുടെ ഈ പുസ്തകത്തിൽ ആ ഗൗരവമേറിയ ആശയമാണ് നമുക്ക് തരുന്നത്. എന്തെല്ലാം വന്നാലും മണ്ണെ പ്രതി ഞാൻ മാണിക്യം വെടിയുകയില്ല. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങുന്ന സന്തോഷങ്ങളെ മാടി വിളിച്ചാലും മണ്ണെ പ്രതി ഞാൻ മാണിക്യം വെടിയുകയില്ല. ശലോമോൻ്റെ അന്തഃപുരത്തിൻ്റെ മേന്മകൾ കാണുന്നുണ്ട്. ശലോമോൻ്റെ പരാക്രമത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ശലോമോൻ വീരശൂര പരാക്രമിയാണെന്ന് കേൾക്കുന്നുണ്ട്. ശലോമോൻ സുന്ദരനാണെന്ന് കേൾക്കുന്നുണ്ട്. ശലോമോൻ ജ്ഞാനിയാണെന്ന് കേൾക്കുന്നുണ്ട്. എന്തെല്ലാം പ്രലോഭനങ്ങൾ പറഞ്ഞാലും ഞാൻ മാറുകയില്ല. എൻ്റെ ഹൃദയം ഒരിക്കലായിട്ട് ഞാൻ യേശുക്രിസ്തുവിന് കൊടുത്തു കഴിഞ്ഞു. ഈ സാത്താൻ്റെ പ്രലോഭനങ്ങൾ ഞാൻ വഴിപ്പെടുകയില്ല. ഒരിക്കലായിട്ട് യേശുക്രിസ്തുവിന് കൈമാറി കഴിഞ്ഞു. വൺസ് ഫോർ ഓൾ ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന് വേണ്ടി അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തീരുമാനം നിങ്ങൾക്കുണ്ടോ? വാസ്തവം നിങ്ങൾ ചിന്തിക്കുമോ? ക്രിസ്ത്യാനി പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. നാം ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. മനസ്സറിഞ്ഞൊരു പാപം വരികയില്ലെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അറിയാതെ ഏതെങ്കിലും ചിന്തകൾ പാളിപ്പോയി എന്നിരിക്കും, ഞാൻ കുറ്റം പറയുകയില്ല. പക്ഷേ ഒന്നുണ്ട്, ആ ചിന്തകൾ ചേക്കാറാൻ സമ്മതിക്കുകയില്ല. പറയാറുണ്ടല്ലോ, ആകാശത്ത് കൂടി കിളികൾ പറന്നു പോയിക്കൊണ്ടിരിക്കും. കിളികൾ പറന്നു പോയിക്കോട്ടെ, പക്ഷേ ഈ കൊമ്പിൽ വന്നിരിക്കാൻ സമ്മതിക്കുകയില്ല. ഈ ദുഷിച്ച ചിന്തകളിൽ, അഴുക്കായ വികാരങ്ങളിൽ എൻ്റെ മനസ്സ് അഭിരമിക്കാൻ ഞാൻ ഇട കൊടുക്കുകയില്ല. അഭിരമിക്കുക, അതിൽ രസിക്കാൻ ഞാൻ ഇട കൊടുക്കുകയില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചില നിഷ്ഠകൾ വേണം. നമുക്ക് ചില നിഷ്ഠകൾ, ചില പ്രതിഷ്ഠകൾ വേണം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല. എന്നാൽ ഒരു ദിവസം ഇടയൻ അവളെ രാജാവ് പാർപ്പിച്ചിരിക്കുന്ന ആ അന്തഃപുരത്തിൻ്റെ അരമനയുടെ അരികത്ത് വന്നു. ആ വന്നതിനെക്കുറിച്ച് 2-ാം അധ്യായത്തിൽ പറയുന്നു. അതാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്. 2-ാം അധ്യായം 2-ാം വാക്യം. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. യെരൂശലേം പുത്രിമാരുടെ ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ എൻ്റെ സഭ ഇരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ ഇരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ. ഈ താമരപ്പൂവിൻ്റെ ഇതളുകളിൽ മുള്ളു കൊണ്ടാൽ ആ ഇതളുകൾ കീറിപ്പോകും. പൂവിൻ്റെ ഇതളുകളിൽ മുള്ളു കൊണ്ടാൽ ആ പൂവിൻ്റെ സൗന്ദര്യം പോകും, അതിൻ്റെ സൗരഭവും അതിൻ്റെ സുഗന്ധവും പോകും. മുള്ളിനിടയിൽ താമര പോലെ ഈ കന്യകമാരുടെ ഞാൻ ഇരിക്കുന്നു. പ്രിയൻ പറയുകയാണ്, എൻ്റെ പ്രിയ അവിടെ ഇരിക്കുന്നു. മുള്ളിനിടയിൽ താമര പോലെ.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് ജീവിതത്തിൽ മുള്ളുകളില്ലേ? മുള്ളുകളിൽ താമര പോലെ ഇരിക്കണം. ഒരു പോറൽ വേൽക്കാതെ അത്ര ശ്രദ്ധിച്ച് നിൽക്കണം. അത് ചാഞ്ചാടി പോകരുത്, ചാഞ്ഞു പോകരുത്. ചാഞ്ഞു പോയാൽ മുള്ളിൽ കൊള്ളും, മുള്ളു കൊണ്ടാലോ അത് കീറിപ്പോകും. മുള്ളുകളിൽ താമര പോലെ കന്യകുമാരുടെ എൻ്റെ പ്രിയയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ ലോക ജീവിതത്തിൽ മുള്ളുകളേറെയുണ്ട്. ഏതെല്ലാം തരത്തിൽ മുള്ളുകളാണ് നമുക്കുള്ളത്? ഏതെല്ലാം തരത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എത്രയെത്ര വൈതരണികളെ കടന്നാണ് നാം ഇവിടെ വരെ എത്തിയത്. എത്രയെത്ര പ്രതിസന്ധികളെ കടന്നാണ് ഇവിടെ വരെ എത്തിയത്. രോഗങ്ങൾ വന്ന കാലങ്ങളുണ്ട്, ഓപ്പറേഷൻ വേണ്ടി വന്ന കാലങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ തോറ്റ കാലങ്ങളുണ്ട്, ആഗ്രഹിക്കുന്ന ജോലി കിട്ടാത്ത കാര്യങ്ങളുണ്ട്. ഓർത്തു നോക്കൂ, അല്ല ബാല്യം മുതലേ നുകം ചുമക്കുന്നതിനെ പോലെ, അല്ലെങ്കിൽ ബാല്യം മുതലേ കഷ്ടത സഹിക്കുന്നതിനെ പോലെ നീ ജീവിക്കുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ പ്രായമായി വന്നപ്പോൾ എത്രയോ പ്രയാസങ്ങളെല്ലാം കഷ്ടപ്പാടുകളൊന്ന് തിങ്ങി നീ വിഷമിക്കുന്നു. മുള്ളിടയിൽ താമര പോലെ. ദൈവത്തിന് സ്തോത്രം. ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നും. ദൈവത്തിന് സ്തോത്രം. ചിലത് അതങ്ങ് വായിച്ചു തീർക്കാൻ പറ്റുന്നില്ല. വാട്സാപ്പ് മെസ്സേജസ് ചെയ്ത് വരുന്നത് വായിച്ചു തീർക്കാൻ പറ്റാതെ അതങ്ങ് ഞാൻ പെട്ടെന്ന് മാറ്റിക്കളയും. കാരണം മറുപടി കൊടുക്കും, പക്ഷേ മുഴുവൻ കേൾക്കാനുള്ള കെൽപ്പെനിക്കില്ല. എന്ത് ദുരിതമാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത്. ഭർത്താവിൽ നിന്ന് പേടിയേൽക്കുന്നതായ ഭാര്യമാർ, ഭർത്താവ് ഒരു കാരണമില്ലാതെ ഭാര്യയെ ദ്വേഷിക്കുന്നു. എന്തിനാ അദ്ദേഹം എന്നെ ദ്വേഷിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടെന്നാണ് സ്ത്രീ പറയുന്നത്. എന്തിനാണ് എന്നെ ദ്വേഷിക്കുന്നത്? ഭർത്താവിൻ്റെ സ്വഭാവവുമായിട്ട് ഇണങ്ങിച്ചേരാൻ ഇവൾക്കൊരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. ഭർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന സന്തോഷമാണ്, സ്നേഹമാണ്. എന്നാൽ ഒരു ദിവസം അദ്ദേഹം പറയുന്നു, എനിക്കിതിനെ വേണ്ട എന്ന്. എനിക്കിതിനെ വേണ്ടെന്ന് പറയുന്നു. മുള്ളുകൊള്ളുകയാണ്. പാവം ഏങ്ങലടിച്ച് കരയുന്നു. അയ്യോ, അങ്ങനെ പോവല്ലേ, എനിക്ക് എന്ത് ഇഷ്ടമാണ്, എനിക്കെന്ത് സ്നേഹമാണ്, എന്താ എന്നെ ഇട്ടേച്ച് പോകുന്നത്? ഇല്ല, ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല. ആ മനുഷ്യൻ പിന്നെ വരുന്നില്ല. ആ സ്ത്രീ ഏങ്ങലടിച്ച് കരയുന്നു. 2-3 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളും അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നീട് അറിയുന്നത് അദ്ദേഹത്തെ വശീകരിക്കുന്ന വേറൊരു സ്ത്രീയുടെ വലയിൽ അവൻ പെട്ടുപോയി എന്ന്. നോക്കൂ, മുള്ളുകളുടെ താമര പോലെ വലിയൊരു തുക കടം വന്നു. ഈ കടം വീട്ടാൻ മാർഗം കാണുന്നില്ല. എന്നും അതിൻ്റെ രൂപ കൊടുത്തവൻ വന്ന് മുട്ടിക്കുന്നു, വിഷമിപ്പിക്കുന്നു. മുള്ളുകളിൽ ഏൽക്കുകയാണ്, മുള്ളുകളിൽ ഏൽക്കുകയാണ്. എന്തു വേണ്ടു? എല്ലാം ജപ്തി ചെയ്യുമോ? ജപ്തി ചെയ്താൽ തീരില്ല കടം. എന്തു ചെയ്യും? മനസ്സ് ഉഷ്ണിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സ് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പരിഭ്രമം മൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയില്ലേ അനേക ആളുകൾ? ഇങ്ങനെയൊക്കെ അല്ലേ? അനേകരും സ്വസ്ഥതയിലെ അടലുന്നു, മനസ്സമാധാനമില്ല. മുള്ളുകളുടെ താമര പോലെ. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. അവഗണനകൾ നേരിടേണ്ടി വരുന്നു. അപകർഷതാബോധം ഉണ്ടാകുന്നു. അപകർഷതാബോധം എന്താ? അവഗണനകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും ഗവനിക്കുന്നില്ല. നമ്മൾ ഗവനിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. എന്തുമാത്രം അവഗണന ഞാൻ നേരിട്ടയാളാണ്. എന്തുമാത്രം അവഗണനകൾ. അപ്പൻ മരിച്ചു, എനിക്കൊന്നൊരു വയസ്സേ പ്രായമുള്ളൂ, വീട് ഉറങ്ങിപ്പോയി എന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ. എൻ്റെ അമ്മ പറയാറുള്ള വാക്കാണ് വീട് ഉറങ്ങിപ്പോയി എന്ന്. ആ കാലത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാവരും തള്ളിക്കളഞ്ഞൊരു വീടായിപ്പോയി. ആരും തിരിഞ്ഞു നോക്കാത്തൊരു വീടായിപ്പോയി. ആരും ഗവനിക്കാത്തൊരു വീടായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ചെറുപ്പത്തിലുള്ള എൻ്റെ മനസ്സിലെ ഓർമ്മകൾ അത് കൈപ്പേറിയ ഓർമ്മകളാണ്, വേദന പുരണ്ട ഓർമ്മകളാണ്, ആരോരുമില്ലല്ലോ എന്നുള്ള കരച്ചിലിൻ്റെ ഓർമ്മകളാണ്. മുള്ളുകളിങ്ങനെ ഏറ്റുകൊണ്ടിരുന്നു. മുള്ളുകൾ. അപ്പന് ബിസിനസ് ഉണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു, കൃഷിക്ക് പുറമെ ബിസിനസ് ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും നല്ല നിലവാരത്തിൽ ജീവിച്ച കുടുംബമായിരുന്നു അപ്പനുള്ളപ്പോൾ. 33-ാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ചുപോയി. ബിസിനസ് നല്ലപോലെ വളർന്നുകൊണ്ടൊരു കാലമായിരുന്നു. അനേകർ രൂപ തരാനുണ്ടായിരുന്നു. അപ്പം മരിച്ചതിന് ശേഷം അമ്മ ചെന്ന് ചോദിച്ചപ്പോൾ രൂപ ആരും തരുന്നില്ല. ആരും തിരിഞ്ഞു നോക്കിയില്ല. ആരും തിരിഞ്ഞു നോക്കാൻ? അവഗണനകൾ മാത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചിലർക്ക് രൂപ കൊടുക്കാനുണ്ടായിരുന്നു അപ്പൻ്റെ ബിസിനസ്സിൽ. ആ രൂപ കൊടുക്കാൻ അന്ന് ഉണ്ടായിരുന്ന പാടത്തെ ഭൂമി കുറച്ചെല്ലാം വിറ്റു. എനിക്ക് കൊച്ചു കുട്ടിയായിരുന്നുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല, അമ്മ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും ദൈവം കൃപ ചെയ്ത് ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉള്ള കൃഷിഭൂമിയൊക്കെ ഉണ്ടായിരുന്നു.
12 ഏക്കർ പറമ്പും 2-2.5 ഏക്കർ പാടത്ത് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും പക്ഷേ ഇതിലാക്കി അഴിക്കാൻ ആൾ വേണ്ടേ? ആരെങ്കിലും വേണ്ടേ സഹായിക്കാൻ? ആരുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ട വേലക്കാരെ ആശ്രയിച്ചു. അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തവരുണ്ട്. അവരെ ആശ്രയിച്ചു. അവരെല്ലാം ചെയ്തു തന്നു. പക്ഷേ ഞാൻ അവഗണനയേറ്റ് ഞാൻ പൊളഞ്ഞു, ഞാൻ വലഞ്ഞു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ കാണുന്നത് തകർന്നു പോയൊരു മനുഷ്യനെയാണ്, തളർന്നു പോയൊരു മനുഷ്യനെയാണ്, വശം കെട്ടു പോയൊരു മനുഷ്യനെയാണ്. ഞാൻ തളർന്നു പോയിരുന്നു. ഞാൻ മുഖം വാടിയവനായിരുന്നു. ഞാൻ സങ്കടപ്പെടുന്നവനായിരുന്നു. മുള്ളേറ്റ് നല്ലപോലെ കീറിപ്പോയ ജീവിതമായിരുന്നു. മുള്ളുകളേറ്റ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എത്രയെത്ര അവസരങ്ങളിൽ ഞാനും എൻ്റെ പെങ്ങളും അമ്മയും ഒരുമിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയുന്നത് എന്താണെന്നറിയാമോ? എന്ത് വാക്കുകൾ കേൾക്കുന്ന നിങ്ങളാരെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ? അവഗണനയെ നേരിടുന്നവരാണോ? ആരുടെ മുമ്പിൽ വിലയില്ലാത്തവരായി പോയിരിക്കുകയാണോ? ആർക്കും വിലയില്ലാത്തവരായി നിങ്ങൾ തീർന്നിരിക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വശം കെട്ടി വിഷമിക്കുന്നവരാണോ? ദുഃഖം പൂണ്ട ജീവിതമാണോ നിങ്ങളുടെ ജീവിതം? വിഷാദഭരിതമായ ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിനയത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ, സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് അഡ്രസ്സ് തരുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറ്റുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ അപകർഷത ബോധം മാറ്റുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ ഉയർത്തിയെടുക്കുന്ന ദൈവമുണ്ട്. കുപ്പയിൽ നിന്ന് പൊക്കിയെടുക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നിങ്ങളെ ഉയർത്തിയെടുക്കും. അവൻ നിങ്ങളെ നയിക്കും, അവൻ നിങ്ങളെ നടത്തും. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, കൂട്ടായ്മ അനേക ആളുകൾ വരുന്നു. ഞാൻ ചിന്തിച്ചു, ഈ കൂട്ടായ്മ വന്നതിന് ശേഷം ആളുകൾക്ക് ഭൗതികമായി തന്നെ അഭിവൃദ്ധിയാണോ അധോപതനമാണോ? ഞാൻ ചിന്തിച്ച് വന്നപ്പോൾ ദൈവത്തോടുകൂടെ വാക്ക് പറഞ്ഞവർ, അതുപോലെ നിന്നിട്ടുള്ളവർ എല്ലാം വളർന്നിട്ടേ ഉള്ളൂ. കൂട്ടായ്മയിലൊന്ന് ക്രിസ്തുവിനെ കൈക്കൊണ്ട് അങ്ങനെ ക്രിസ്തുവിനോട് ജീവിച്ചവർ വളർന്നിട്ടേ ഉള്ളൂ. ക്രിസ്തുവിന് വേണ്ട എന്ന് പറഞ്ഞ് സ്വയമേവ പിന്മാറി പോവുകയോ തെറ്റിലേക്ക് പോവുകയോ ചെയ്തവർ തളർന്നിട്ടുണ്ടാകും. അത് ചുരുക്കം പേര്. അധികം പേരും പണ്ടത്തെ കാലത്തേക്കാൾ ഇന്ന് അഭിവൃദ്ധിയിലാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്കൊരു 10 വർഷം മുമ്പുള്ളതിനേക്കാൾ അഭിവൃദ്ധിയാണോ അതോ അധപ്പതനമാണോ? തന്നതാരാണ്? അഭിവൃദ്ധി തന്നതാരാണ്? നിങ്ങളുടെ മുഖത്തെ നിന്ന മാറ്റിയതാരാണ്? നിങ്ങൾ ലജ്ജ മാറ്റിയതാരാണ്? നിങ്ങൾക്ക് ഇന്ന് ആഹാരത്തിന് മാർഗം തന്നതാരാണ്? നിങ്ങൾക്ക് നല്ല വസ്ത്രം ധരിപ്പാനുള്ള വക തന്നതാരാണ്? മാസം തോറും നിങ്ങൾക്ക് വരുമാനം തന്നതാരാണ്? നിങ്ങൾ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. യഹോവയോട് ഞാൻ പറഞ്ഞു പോയി, എനിക്ക് പെരുമാറിക്കൂടാ. ജീവനുള്ള ദൈവസന്നിധിയിൽ നിങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ കർത്താവ് നിങ്ങൾ ഇനിയും വളർത്തും. അവഗണനകൾ നിങ്ങളുടെ മേൽ അയച്ചുകയില്ല. അപകർഷതകൾ നിങ്ങളെ അയച്ചുകയില്ല. ആളുകൾ നിങ്ങളെ കുറ്റം വിളിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ നിങ്ങളുടെ ബഹുമാനമായിരിക്കും. അവർക്ക് നിങ്ങളുടെ ബഹുമാനമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവഗണനകൾ നേരിട്ടാലും, അപകർഷതകൾ നേരിട്ടാലും, അപമാനങ്ങൾ നേരിട്ടാലും, അപഹസനങ്ങൾ നേരിട്ടാലും നിങ്ങളെ താങ്ങാൻ ക്രിസ്തു ഉണ്ടായിരിക്കും. യേശു ക്രിസ്തു നിങ്ങളെ താങ്ങാൻ നിങ്ങളുടെ എഴുത്തുണ്ടായിരിക്കും. യേശു ക്രിസ്തു എല്ലാ അവഗണനയും നേരിട്ടവനാണ്. കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ അപ്രീതി കഴിവനാണ്. അപ്രീതി. യെരൂശലേം ദേവാലയത്തിൻ്റെ അവിടെയുള്ള മഹാപുരോഹിതന്മാരും അവിടെയുള്ള കശീശന്മാരും അവിടെയുള്ളതായ പുരോഹിത ശ്രേഷ്ഠന്മാരും അവിടെയുള്ള ശാസ്ത്രിമാരും അവിടെയുള്ള സദൂക്യരും അവിടെയുള്ള പരീശന്മാരും എല്ലാം യേശുവിനെതിരായി. നന്മ മാത്രം ചെയ്തുകൊണ്ട് 33.5 കൊല്ലം ഭൂമിയിൽ ജീവിച്ച കർത്താവ് 3.5 കൊല്ലം നന്മ മാത്രം ചെയ്തുകൊണ്ട് പരസ്യശുശ്രൂഷ ചെയ്തു. പക്ഷേ യേശുവിനെ എല്ലാ വിധത്തിലും ആളുകൾ അംഗീകരിക്കാതെ ഉപദ്രവിക്കുകയായിരുന്നു. പാവപ്പെട്ട കുറച്ച് മുക്കുവത്തൊഴിലാളികൾ കൂടെ കൂടി. മുക്കുവത്തൊഴിലാളികൾ, സാധുക്കൾ, ദൈവത്തിന് സ്തോത്രം. പാവങ്ങൾ കുറച്ച് പേരെ കൂടെ കൂടി. കർത്താവ് ജ്ഞാനികളെ കൊണ്ടല്ല തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചത്. കർത്താവ് വിദ്വാൻമാരെ കൊണ്ടല്ല തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചത്. കെട്ടും പൊടുതിരിയാത്ത പാവപ്പെട്ടവർ, മുക്കുവത്തൊഴിലാളികൾ, അഹോവൃത്തിക്ക് വേണ്ടി രാവും പകലും എന്നെ വേല ചെയ്ത് കഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ളവരെ വിളിച്ച് കർത്താവ് ചേർത്തു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ അവരെ ആരും മാനിക്കുന്നവരല്ലായിരുന്നു. പക്ഷേ ഇന്നോ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ നാം ആ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ നാം മാനിക്കുന്നു, നാം അവരെ ആദരിക്കുന്നു. എത്രയോ ശ്രേഷ്ഠന്മാരായ ആളുകൾ, പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെയും കന്യമറിയാമിൻ്റെയും മറ്റും ജീവിതങ്ങൾ നമ്മെ സ്വാധീനം ചെയ്യുന്നു, നമ്മെ ആവേശം കൊള്ളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ വകയായി നാം ജീവിച്ചാൽ നമുക്ക് സൗഭാഗ്യമാണ്.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിൽ നേരിടുന്നതായ പ്രയാസങ്ങളോട് നിങ്ങൾ വിഷമിക്കരുത്. ആളുകൾ നിങ്ങൾ ഒറ്റപ്പെടുത്തിയാൽ നിങ്ങൾ ഭാരപ്പെടരുത്. ആളുകൾ നിങ്ങൾ അവമാനിച്ചാൽ നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ കാത്തുകൊള്ളും. ആ ദൈവം നിങ്ങൾ നോക്കിക്കൊള്ളും. അവൻ നിങ്ങളെ കൺമണി പോലെ പരിപാലിക്കും. അവൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. നിങ്ങളുടേത് മാത്രമല്ല, മക്കളുടെയും മക്കളുടെയും കാര്യങ്ങൾ അന്വേഷിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മക്കളുടെയും മക്കളുടെയും തലമുറയോളം അവൻ അന്വേഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് പറയാമോ നിങ്ങൾക്ക്? കർത്താവേ, ഞാൻ മുള്ളിൻ്റെ ഇടയിൽ ഇരിക്കുകയാണ്. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ, മുള്ളുകളുടെ ഇടയിൽ ഈ താമരപ്പൂ ഇരിക്കുന്നത് പോലെ ഞാൻ ഇരിക്കുകയാണ്. കർത്താവേ, നീ എന്നെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. നിൻ്റെ വേരി കെട്ടി എന്നെ സൂക്ഷിച്ചു കൊള്ളണമേ. ഈ മുള്ളുകൾ എൻ്റെ മേൽ ഏശാവണം. നിൻ്റെ വേരി എനിക്ക് ചുറ്റും കെട്ടണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വേരി, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ വേലി, ആ തിരുരക്തത്തിൻ്റെ വേലിക്കുള്ളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. സഹോദരങ്ങളെ പറയട്ടെ, ഈ വേലി നിങ്ങൾക്കുണ്ടോ? ഒരു വേലിക്കെട്ട് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? യേശുക്രിസ്തുവിൻ്റെ ഒരു വേലിക്കെട്ട് അതിനകത്ത് ഒതുങ്ങിക്കൊള്ളുകയാണ്. അത് ഒരു സ്വാതന്ത്ര്യമാണ്. വേലിക്കെട്ടിനകത്തായി പുറത്തു കിടക്കാൻ പാടില്ല എന്നുള്ളത് സ്വാതന്ത്ര്യക്കുറവല്ല, സ്വാതന്ത്ര്യമാണ്. എങ്ങനെ? യേശുക്രിസ്തുവിൻ്റെ ആ തിരുരക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ കടന്നുകൂടിയാൽ മോനെ നീ രക്ഷപ്പെട്ടു. മോളെ, നിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആ കരവലയത്തിനുള്ളിൽ നീ പെട്ടാൽ നീ രക്ഷപ്പെട്ടു. നിൻ്റെ ഭാവി ശോഭനമായി തീരും. നിൻ്റെ കാര്യങ്ങൾ അവൻ ഏറ്റെടുക്കും. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞവൻ അവൻ നമ്മുടെ കാര്യം മാത്രമല്ല, തലമുറയായുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തരും. തലമുറയായി. ദൈവത്തിന് സ്തോത്രം. എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒന്നേ വേണ്ടൂ, നല്ലതായ യേശുവിനെ അനുഗുണമുള്ളവനായി നിങ്ങൾ സ്വീകരിക്കൂ. യേശുവിനോട് നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒരു വാക്ക് പറയൂ. ഇപ്പോഴെങ്കിലും, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം ഇത്രയും കാലം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇത്രയും കാലം നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാതെ, ഉടമ്പടി പറയാതെ ഞാൻ ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞു. എൻ്റെ ജീവിതത്തിൽ തീരുമാനമില്ലാതെ ഞാൻ ജീവിച്ചു പോയി. ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് തുടർന്ന് ജീവിച്ചു പോയി. പാപത്തിന് വേണ്ടി ഞാൻ ജീവിതം കളഞ്ഞുപോയി. കർത്താവേ, പാവത്തിൻ്റെ ചിന്തകൾ, പാവത്തിൻ്റെ വികാരങ്ങൾ, പാവത്തിൻ്റെ വിചാരങ്ങൾ, പാവത്തിൻ്റെ മോഹങ്ങൾ, ദ്രവ്യാഗ്രഹങ്ങൾ, സ്വാർത്ഥതകൾ, അഹങ്കാരങ്ങൾ, ദൈവമേ, പലരോടും ഇഷ്ടപ്പെടാത്ത സ്വഭാവം, പലരെയും അവമാനിക്കുന്ന സ്വഭാവം, പലരെയും പരിഹസിക്കുന്ന സ്വഭാവം, വേലയെ തന്നെ ധിക്കരിക്കുന്ന സ്വഭാവം, എന്തെല്ലാമാണ് കർത്താവ് വന്നുപോയത്. എല്ലാമായി പാവത്തിൻ്റെ ഈ കൂമ്പാരവുമായി ഞാനിതാ തൃപ്പാദത്തിലേക്ക് വരികയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ, ഓരോ തരത്തിലുള്ളതായ പാപങ്ങൾ, എൻ്റെ ചിന്തയിലൊന്നു പോയ പാപങ്ങൾ, എൻ്റെ വാക്കിലൊന്നു പോയ പാപങ്ങൾ, ഞാൻ പ്രാഗിയത്, ഞാൻ ശപിച്ചത്, എൻ്റെ കർത്താവേ, ഞാൻ ദേഷ്യപ്പെട്ടത്, ഞാൻ കലശലായി അരിശപ്പെട്ട് സംസാരിച്ചത്, ഞാൻ വൈരാഗ്യപ്പെട്ടത്, എൻ്റെ മനസ്സ് ഈർഷ്യ തോന്നിയത്, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ അസൂയ വന്നത്, എൻ്റെ കർത്താവേ, എന്തെല്ലാം തെറ്റുകളാണ് വന്നു പോയത്. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു. കർത്താവേ, ഈ കൂമ്പാരമെല്ലാം കൊണ്ടുവന്ന് നിൻ്റെ കാൽ ചുവട്ടിൽ ഞാൻ വയ്ക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കാൽ ചുവട്ടിലേക്ക് ഈ പാപത്തിൻ്റെ കൂമ്പാരം കൊണ്ടുവന്ന് ഞാൻ കൂട്ടുകയാണ്. ദൈവമേ, ഞാൻ ഇത്രയും നാൾ ഞാൻ വലഞ്ഞു പോയി, പാവത്തിൻ്റെ അടിമയായി ഞാൻ ജീവിച്ചു പോയി. ഇത്രയും കാലം പാവത്തിൻ്റെ അടിമയായി ഞാൻ പാവത്തിന് വശമതനായി ജീവിച്ചു പോയി. എന്നാൽ നാഥ, ഇപ്പോൾ ഞാൻ നിന്നോട് യാചിക്കുന്നു, എൻ്റെ മേൽ നിൻ്റെ ആ സ്നേഹത്തിൻ്റെ കരമൊന്ന് വെക്കണമേ. ഈ അശുദ്ധനായ മനുഷ്യൻ്റെ മേൽ, ഈ പാവിയായ സ്ത്രീയുടെ മേൽ നാഥ നിൻ്റെ തൃക്കരവും നീട്ടണമേ. എന്നെ നീ ഒന്ന് തൊടണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, പാവികൾ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന രക്ഷകനായ മിശിഹായെ ഇപ്പോൾ നീ എന്നെ ഒന്ന് തൊടണമേ. നിൻ്റെ തിരക്തത്താൽ നിന്ന് കഴുകണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുമോ? കർത്താവേ, ഇത്രയും കാലം പാപത്തിൽ ജീവിച്ചെങ്കിലും, ഇത്രയും കാലം തിന്മയിൽ ഞാൻ ജീവിച്ചെങ്കിലും, ഇനി ഞാനിതാ ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ്. ഞാൻ തോറ്റു കൊടുക്കുകയില്ല. പിശാചിന് ഞാൻ തോറ്റു കൊടുക്കുകയില്ല. പിശാചിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കുകയില്ല. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ജൈവനെ അവകാശമാക്കിക്കൊണ്ട് ക്രൂസിൻ്റെ വഴിയിൽ കൂടി ഞാൻ പോകും. ക്രൂസിൻ്റെ ജയം നേടിക്കൊണ്ട് ക്രൂസിൻ്റെ പാതയിൽ കൂടി ഞാൻ പോകും. ആളുകൾ ആക്ഷേപിക്കട്ടെ, പരിഹസിക്കട്ടെ, കർത്താവേ, അനേകം എതിർപ്പുകൾ എനിക്ക് വരട്ടെ, സാരമില്ല, അതെല്ലാം ഞാൻ നിസ്സാരം എണ്ണുന്നു. കർത്താവേ, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇതെല്ലാം ഈ കഷ്ടതയെല്ലാം സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ്. കർത്താവേ, ഞാനിതാ നിൻ്റെ സന്നിധിയിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുമോ? യേശുവിനോട് നിങ്ങളൊരു വാക്ക് പറയുമോ? കർത്താവേ, ഇത്രയും കാലം നഷ്ടത്തിൻ്റെ കാലങ്ങളാണ്, പാഴാക്കി കളഞ്ഞ കാലങ്ങളാണ്, യേശു ആരാണെന്ന് അറിയാത്ത കാലങ്ങളാണ്. ആരും ഉണവളനായ യേശു എന്നെ തൻ്റെ ഉണവാട്ടിയാക്കാൻ തീരുമാനിച്ച് സ്വീകരിക്കാൻ നീ എഴുന്നള്ളി വരും ദിവസം നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ എന്നെ നീ ഒരുക്കണമേ. വിശുദ്ധന്മാർ പറന്നു വരുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പറന്ന് വരുമാറാകണമേ.
എൻ്റെ കർത്താവേ, എന്നെ നിൻ്റെ വകയാക്കി നീ മാറ്റണമേ. എൻ്റെ മേലുള്ള സകല പാപങ്ങൾ മാറ്റിക്കളയണമേ. സകല തിന്മകളിൽ നിന്ന് മാറ്റിക്കളയണമേ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു. ഞാൻ വായിക്കുന്നു കർത്താവേ, സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു. അനേകം പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്, അനേകം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് കർത്താവേ. എന്നാൽ ഇതെല്ലാം പോക്കി ശുദ്ധീകരിക്കുന്ന ആ പരിശുദ്ധ രക്തം ഒരു തുള്ളി എൻ്റെ നെറ്റിമേലൊന്ന് പതിയുമോ കർത്താവേ? വന്നുപോയ പാവങ്ങളെല്ലാം, അറിഞ്ഞു അറിയാതെയും വന്നുപോയ പാവങ്ങളെല്ലാം കഴുകിത്തരുന്നതായി തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ എൻ്റെ മേലും ഇറങ്ങുമോ? ആ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ എന്നെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ കർത്താവേ? എനിക്കൊരു പുനരുദ്ധാനം തരുമോ? എന്നെ നീ ഉദ്ധരിക്കുമോ? നാഥാ, എൻ്റെ മേൽ തർക്കരം വെക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ നിങ്ങൾ തന്നെ സമർപ്പിക്കുമോ? ഈ സമയം വിലയേറിയ സമയമാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കാനുള്ള സമയമാണ്. കർത്താവ് പറയൂ, കർത്താവേ, ഇതാ ഞാൻ നിൻ്റെ ദാസൻ, ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. നാഥാ, നിന്റെ തർക്കം എൻ്റെ മേൽ വെക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാം. കർത്താവേ, വന്നുപോയ തെറ്റുകളൊന്നും കണക്കിടല്ലേ, എല്ലാ പാവങ്ങളും ക്ഷമിക്കണമേ. മേലിൽ പാവം കൂടാതെ ഞാൻ ജീവിച്ചു കൊള്ളാം കർത്താവേ. അത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ സ്വന്തം ആവശ്യമാണ്. ഞാൻ പാവം കൂടാതെ ജീവിച്ചാൽ എനിക്കാണ് എൻ്റെ പ്രയോജനം. അതുകൊണ്ട് ഞാൻ ഇനിമേൽ പാവം കൂടാതെ ഞാൻ ജീവിച്ചു കൊള്ളാം. മദ്യത്തോടും മയക്കുമരുന്നിനോടും കഞ്ചാവിനോടും തിന്മകളോടും അശുദ്ധ ജീവിതത്തോടും മ്ലേച്ഛമായ മോഹങ്ങളോടും യാത്ര പറഞ്ഞുകൊണ്ട് ഒരു പുതിയ മനുഷ്യനെ ഞാൻ ജീവിച്ചു കൊള്ളാം. യേശുവേ, നീ എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ഈ മക്കളെല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ചെറുകടിയിൽ അവൾ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുക്കീഴിലേക്ക് ചേർത്ത് അണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തൃക്കയിലേക്ക് ഫലമേൽപ്പിക്കുന്ന കർത്താവേ, നാഥാ, അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിസ്തുമാരുടെ നിരയിൽ നിൽപ്പാൻ ഈ മക്കളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. എല്ലാവരെയും പുതിയ നന്മകളുണ്ട് അലങ്കരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.